പ്രോസ്റ്റേറ്റ് ക്യാൻസർ എന്നാൽ എന്താണ്? പുരുഷന്മാരിൽ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിൽ ഉണ്ടാകുന്ന ഒരു തരത്തിലുള്ള മാലിഗ്നൻസിക്ക് പറയുന്ന പേരാണ് പ്രോസ്റ്റേറ്റ് ക്യാൻസർ. അതിൽ ബഹുഭൂരിപക്ഷം പ്രോസ്റ്റേറ്റ് ക്യാൻസറും അഡിനോ കാർസിനോമ അല്ലെങ്കിൽ അസിനാർ കാർസിനോമ എന്ന് വിശേഷിപ്പിക്കും. ഇങ്ങനെയുള്ള ക്യാൻസറിനെ അതിൻ്റെ ബിഹേവിയർ, അതിൻ്റെ സ്വഭാവം ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട് പലപ്പോഴും പത്തോളജിസ്റ്റുകൾ ഉപയോഗിക്കുന്ന ഒരു വാക്കുണ്ട്, ഗ്ലീസൻസ് സ്റ്റേജിങ് അല്ലെങ്കിൽ ഗ്രേഡിങ്. ഈ ഗ്ലീസൻസ് ഗ്രേഡിങ് കണ്ടുകൊണ്ടാണ് ഒരു ഡോക്ടർ, ഒരു ഓങ്കോളജിസ്റ്റ് പലപ്പോഴും ചികിത്സ നിർണ്ണയിക്കുന്നത്. എന്താണ് ഈ ഗ്ലീസൻസ് ഗ്രേഡിങ്? ഒരു പ്രോസ്റ്റേറ്റ് ക്യാൻസറിൽ നിന്ന് കുത്തിപ്പരിശോധന ചെയ്തിരിക്കുന്ന ബയോപ്സി മൈക്രോസ്കോപ്പിനടിയിൽ വെക്കുമ്പോൾ അതിനകത്തൂടെ ആ ക്യാൻസർ കോശങ്ങളുടെ വികൃതി എങ്ങനെയാണ് എന്ന് അസസ് ചെയ്യാൻ സാധിക്കും. ആ വികൃതി പലപ്പോഴും 5 സ്കോറിംഗ് സിസ്റ്റത്തിലൂടെയാണ് ഇടുന്നത്. 0, 1, 2, 3, 4, 5 അങ്ങനെ 0, 1, 2, 3, 4, 5 ഈ 2 സ്കോറിംഗ് സിസ്റ്റം കൂടെ ആഡ് ചെയ്ത് വരുന്ന ഒരു കാര്യത്തിനാണ് ഗ്ലീസൻസ് ഗ്രേഡിംഗ് എന്ന് പറയുന്നത്. അത് ചിലപ്പോൾ 4+3 ആകാം, 3+4 ആകാം. ഇത് രണ്ടും വ്യത്യാസമാണ്. 4+3 എന്ന് പറഞ്ഞാൽ 4 വികൃതി കൂടിയ കമ്പോണൻ്റാണ് കൂടുതൽ കാണുന്നത്. 3+4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വികൃതി കുറച്ച് കുറഞ്ഞ 3 ആണ് കൂടുതൽ കാണുന്നത്. എന്നാൽ 4 ലെവൽ വികൃതിയുള്ള ക്യാൻസർ കോശങ്ങളും കാണുന്നുണ്ട്. 5+3 എന്ന് പറഞ്ഞാൽ ഭയങ്കര അതീവ വികൃതി ഉള്ള ക്യാൻസർ കോശങ്ങൾ കാണുന്നു. 5 ഗ്ലീസൻസിൽ 5 ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വികൃതിയുള്ള കോശങ്ങളാണ്. എന്താണ് ഈ വികൃതിയുള്ള കോശങ്ങൾ എന്ന് പറയാൻ കാരണം? അത് സഞ്ചരിക്കുവാൻ, ഇൻവേഡ് ചെയ്ത് യാത്ര ചെയ്യുവാൻ, അത് റിക്കറൻസ് റിസ്ക് എല്ലാം കൂടുതലാണ്. അപ്പോൾ അതിനെ ചികിത്സിക്കുന്നത് പ്രത്യേക രീതിയിലായിരിക്കണം. എന്നാൽ ഗ്ലീസൺ സ്കോർ 3+3 എന്നൊക്കെ കേട്ട് കഴിഞ്ഞാൽ വളരെ ലോ ഗ്രേഡ്, വളരെ വികൃതിയില്ലാത്ത ഒരു സാധാരണക്കാരനായൊരു രോഗം. അതിനെ ചികിത്സിക്കുന്നതും മൈൽഡായിട്ടാകട്ടെ. ഇതുകൊണ്ട് തന്നെ പ്രോസ്റ്റേറ്റ് ക്യാൻസർ എന്ന് കണ്ടു കഴിഞ്ഞാൽ ഉടനെ പാനിക് ചെയ്യരുത്. പലപ്പോഴും അത് വളരെ ലോ ഗ്രേഡ് ആകാം. എന്നാൽ ചില ഹൈ ഗ്രേഡ് ക്യാൻസർ നിർണ്ണയിക്കാനായിട്ടും ഈ ഗ്ലീസൻസ് ഗ്രേഡിംഗ് സിസ്റ്റത്തിലൂടെ ഒരു ഡോക്ടറിന് ഉപകാരപ്പെടും.